ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. ഇന്നത്തെ ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സ്ട്രേഞ്ച് ഗെയിം എന്ന് തന്നെ പറയേണ്ടി വരും. ഓൺ ദ പേപ്പർ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓവറോൾ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് തന്നെയായിരുന്നു. ഫുൾഹാമിനെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും നമ്മൾ അനുവദിച്ചിട്ടില്ല. അതേസമയം അവർ ടോട്ടൽ 9 ഷോട്ട്സ്, അതിൽ 0 ഓൺ ടാർഗറ്റ്. നമ്മൾ 16 ഷോട്ട്സ്, അതിൽ 5 ഓൺ ടാർഗറ്റ്. അതിൽ 2 ഫ്രം ഗ്യോക്കറൈസ്. സോ മൊത്തത്തിൽ 1-0 എന്ന് പറയുന്ന ഒരു സ്കോർ ലൈൻ, അതും ഫ്രം എ സെറ്റ് പീസ്, സാക്കയുടെ കോർണർ, ട്രൊസാർഡിൻ്റെ ഗോള്. എന്താ പറയുക, ഇറ്റ്സ് ലിറ്റിൽ അണ്ടർ വെൽമിങ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാലും എഗെയിൻ 3 points, അതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പുട്ടിങ് പ്രഷർ ഓൺ ലിവർപൂൾ. എന്താണ് നൗ ഗോ, നിങ്ങൾ നിങ്ങളുടെ പണി, ഞങ്ങൾ ഞങ്ങളുടെ പണി ചെയ്തിട്ടുണ്ട്. ആ ഒരു സാധനം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കാരണം കഴിഞ്ഞ സീസണിൽ ലിവർപൂൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുമ്പം നമ്മളും പോയിന്റ് ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വി ആർ പുട്ടിങ് പ്രഷർ ഓൺ ലിവർപൂൾ. സോ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ ഇറ്റ്സ് ഗുഡ്. ഓക്കെ, ഒരു വിൻ ഗുഡാണ്. എനിക്ക് ഈ ഗെയിമിൽ സത്യം പറയാലോ, നെഗറ്റീവ് എനിക്ക് പറയാൻ താല്പര്യമില്ല. കാരണം നമ്മൾ ന്യൂകാസിൽ തൊട്ട് നമ്മൾ എന്താണോ കളിക്കുന്നത് ആ സെയിം കളി തന്നെയാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓപ്പൺ പ്ലേയിൽ നിന്ന് ഗോൾ അടിക്കാൻ നമ്മൾ ഇന്ന് ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഗോൾ വരുന്നില്ലായിരുന്നു. ആ കാലഫിയോറിയുടെ ഗോള്, അതായത് ഓഫ് സൈഡ് റൂൾ ഔട്ട് ചെയ്ത ഗോള്, ടിംബറിൻ്റെ പാസ് നേരെ ട്രൊസാർഡിലേക്ക് വരുന്നു. ആൻഡ് കാലഫിയോറി ഡൗൺ ദ മിഡിൽ ഒരു റണ്ണ് നടത്തുന്നു. ട്രൊസാർഡിൻ്റെ 1 touch പാസ് ഇൻ ടു ദ ബോക്സ്. ഒരു വാട്ട് എ ഫിനിഷ് ബൈ കാലഫിയോറി. ഇതൊരു എക്സാമ്പിളാണ് ഫോർ വാട്ട് ഈസ് ടു കം. ഇനി വരാൻ പോകുന്ന കളികളിൽ നമ്മൾ ഇതുപോലത്തെ ഗോൾ നമുക്ക് കാണാൻ പറ്റും ഗൈസ്. സോ ആൻഡ് അനദർ പോസിറ്റീവ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും പറയാറുണ്ട് ഗ്യോക്കറൈസിന് ബോൾ ഫീഡ് ചെയ്യുന്നില്ലെന്ന്. ഇന്നത്തെ കളിയിൽ ട്രൊസാർഡ് ഹി ട്രൈ 2 times ടു ഫീഡ് ടു ഗ്യോക്കറൈസ്. അതിൽ ഒരെണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ് ആയിരുന്നു. സാക്ക ഗ്യോക്കറൈസിനെ ഫൈൻഡ് ചെയ്യുന്നു, അത് ഷോട്ട് എടുക്കുന്നു, അത് ഡബിൾ സേവ് ലെനോയുടെ വക. ട്രൊസാർഡ് എഗെയിൻ ഒരു പ്രാവശ്യം കൂടെ ഗ്യോക്കറൈസിനെ ഫൈൻഡ് ചെയ്യുന്നു, പക്ഷേ അത് ഗ്യോക്കറൈസ് അടിച്ച് വെളി കളയുന്നു. ബട്ട് ടോട്ടൽ 3 ഷോട്ടിൽ ഗ്യോക്കറൈസ് 1, 2, 3 ടോട്ടൽ 3 ഷോട്ട്സിൽ ഗ്യോക്കറൈസിൻ്റെത് 2 ഓൺ ടാർഗറ്റ്, 1 ഓഫ് ദ ടാർഗറ്റ്, വിച്ച് ഈസ് വെരി ഗുഡ്. ആൻഡ് എല്ലാ ഫിസിക്കൽ ബാറ്റിലും ഗ്യോക്കറൈസ് വാസ് റെഡി. ഹി വാസ് കമ്മിറ്റഡ്. എല്ലാ ഫിസിക്കൽ ബാറ്റിലും നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സോ ആൻഡ് റിയലി ഗ്യോക്കറൈസിൻ്റെ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. ഗ്യോക്കറൈസ് ബോൾ വിൻ ചെയ്ത് കൗണ്ടർ അറ്റാക്കിങ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, ബോൾ വിൻ ചെയ്ത് പാസ് ചെയ്യുന്നത്. ആ ബോൾ വിൻ ചെയ്യാൻ യൂസ് ചെയ്ത ആക്സലറേഷനും സ്പീഡും ഇറ്റ്സ് റിയലി പ്രോമിസിങ്. ഹീ ഈസ് ഗെറ്റിംഗ് ഇൻ ടു ഫിറ്റ്നസ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ ഒരു 1-0 എന്ന് പറയുമ്പോൾ നമ്മളൊരു ടൈറ്റിൽ കണ്ടൻഡർ ടീം എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പം ഇറ്റ്സ് നോട്ട് ഇനഫ് എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നുമെങ്കിലും, സത്യം പറഞ്ഞ് ഇന്നത്തെ ഗെയിംസിൽ നമ്മൾ ഒരിക്കലും നെഗറ്റീവായിട്ട് കാണരുത്. ഇതിനകത്ത് കുറേ പോസിറ്റീവ്സേ ഉള്ളൂ. സോ സാക്ക ഈസ് ഇംപ്രൂവിങ്. ആ പഴയ സാക്കയിലേക്ക് വന്നിട്ടില്ല, ബട്ട് സ്റ്റിൽ ഹീ ഈസ് ഇംപ്രൂവിങ്. ടിംബർ ഈസ് ഡൂയിങ് ഗ്രേറ്റ്. റൈസ് ഇച്ചിരി ഒരു ക്ഷീണമുണ്ട് ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ. സുബമെൻഡി അമേസിങ്, ഒന്നും പറയില്ല. ഐ റിയലി ലൈക്ക് സുബമെൻഡി ടുഡേ. പിന്നെ ഗ്യോക്കറൈസ് ഗ്രേറ്റ്. ടിംബറിൻ്റെ കാര്യം പറയാമല്ലോ, എല്ലാ കളിയും ഹി വാസ് ഗുഡ്. ഓക്കെ, കാലഫിയോറി അവിടെ ഇവിടെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും, ബട്ട് സ്റ്റിൽ ഹി ഹാഡ് എ ഗുഡ് ഗെയിം എന്നേ എനിക്ക് പറയുള്ളൂ. ആരെ അങ്ങനെ ഓക്കെ, ഗാബ്രിയൽ ഇന്ന് ഇച്ചിരി ലിറ്റിൽ ബിറ്റ് സ്ലോപ്പിനെസ് അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് അക്സെപ്റ്റബിൾ, കാരണം എല്ലാവരും ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് അവരുടെ ഫസ്റ്റ് ഗെയിമാണ്. സോ ആ ഒരു റിതത്തിലേക്ക് വരാൻ ഇച്ചിരി സമയമെടുക്കും. ബട്ട് ഓവറോൾ ഗൈസ്, വി ആർ ടോപ്പ് ഓഫ് ദ ടേബിൾ എഗെയിൻ. ഓക്കെ, നല്ലൊരു മൊമെൻറ്റം ക്രിയേറ്റ് ആയിട്ടുണ്ട്, നല്ലൊരു റിതം ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോസിറ്റീവ് ഫുട്ബോളാണ് കളിക്കുന്നത്. ചുമ്മാ ഇതൊരു തട്ടിക്കൂട്ട് 1-0 വിന്നൊന്നുമല്ല. നമ്മൾ ഡോമിനേറ്റ് ചെയ്താണ് കളിച്ചത്. കാര്യം ശരിയാണ്, സെറ്റ് പീസിൽ നിന്നാണ് ഗോൾ വന്നത്. പക്ഷേ എന്നാലും
സെറ്റ് പീസിൽ നിന്ന് മാത്രമേ നമ്മളിന്ന് ഗോൾ അടിക്കൂ എന്നുള്ളൊരു മൈൻഡിലൊന്നുമല്ല നമ്മളിന്ന് കളിച്ചത്. ഓക്കെ, അത് കളി കണ്ടവർക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. ഓൺ ദ പേപ്പർ നോക്കുമ്പോൾ 1-0 അയ്യോ കുറവാണല്ലോ എന്നൊക്കെ കളി കണ്ടവർക്ക് മനസ്സിലാവും. വി റിയലി ട്രൈഡ് അവർ ബെസ്റ്റ് ടു സ്കോർ ഫ്രം ആൻ ഓപ്പൺ ഗെയിം. പക്ഷേ നടന്നില്ല അൺഫോർച്ചുനേറ്റ്ലി. ഇനി നാളെ ലിവർപൂൾ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇന്നത്തെ കളി ജയിച്ചതുകൊണ്ട് നാളെ ഒരു ഹെയ്റ്റ് ലോങ്ങിന് പോവാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഓവർ ടു യു ലിവർപൂൾ എന്ന് തന്നെ ആർസണൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ലെറ്റ്സ് സി നാളെ ലിവർപൂൾ എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നമുക്കൊരു ഫേവർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് നാളെ കണ്ടറിയാം. ലെറ്റ്സ് സി. സോ ഇറ്റ് വിൽ ബി ആൻ ഇൻട്രസ്റ്റിംഗ് ഗെയിം. ഗൈസ്, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദിസ് ചാനൽ. എനിവേ, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഗുഡ് ഗെയിം. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഓവറോൾ. ഞാനാണ് എൻ്റെ കളി മോശമായി കഴിഞ്ഞാൽ ഞാനാണ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ പേഴ്സൺ. പക്ഷേ ഇന്നത്തെ ഗെയിമിൽ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ടൊന്നും എനിക്ക് കാണാനില്ല ഗൈസ്. വി വോൺ ദ ഗെയിം 3 points ആൻഡ് വി ആർ പ്ലേയിങ് പോസിറ്റീവ് ഫുട്ബോൾ, ഓപ്പൺ ഗെയിം. കാര്യം ശരിയാണ്, ഒരു ഗോൾ എന്താണ് സെറ്റ് പീസ് ചെയ്ത് വന്നു. അത് മൈൻഡ് ആക്കണ്ട, അത് വിട്. നമ്മുടെ ഇൻറ്റൻറ്റ് വേറെയാണ്. നമ്മൾ പോസിറ്റീവ് ഫുട്ബോൾ കളിക്കുന്നുണ്ടല്ലോ, നമ്മൾ അതാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ അതിൽ ഫോക്കസ് ചെയ്യുക ഗൈസ്. ദാറ്റ്സ് ഇറ്റ്. Good night, good morning.